സോഷ്യൽ സൈക്കോളജി, നമ്മുടെ നെറ്റ് സൈക്കോളജി സിലബസിലെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയുടെ ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓൾറെഡി 3 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് തീർച്ചയായിട്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ അനാലിസിസ് പാർട്ട് 4. സോ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലയൻസിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേം തന്നെയാണ് കോംപ്ലയൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ള ഭാഗത്ത് കൺഫോമിറ്റി, കോംപ്ലയൻസ് ആൻഡ് ഒബീഡിയൻസ്, ഈ ഒരു 3 ടേമും അത് എത്രത്തോളം നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൽ കോംപ്ലയൻസ് എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ക്ലാസ്സുകളിലും നമ്മുടെ വെബിനാറിലും ഒക്കെ ആയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഗസ്റ്റ് 2024 കോംപ്ലയൻസ് എന്ന് പറഞ്ഞ പാർട്ടിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ആസ്കിംഗ് ഫോർ എ സ്മോൾ കമ്മിറ്റ്മെന്റ് ആൻഡ് ആഫ്റ്റർ ഗെയിനിങ് കോംപ്ലയൻസ് ആസ്കിംഗ് ഫോർ എ ബിഗർ കമ്മിറ്റ്മെന്റ് ഈസ് നോൺ ആസ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്, ലോ ബോൾ ടെക്നിക്, പ്രോഗ്രസീവ് ബോൾ ടെക്നിക് ആൻഡ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്. ഇങ്ങനെ 4 ടെക്നിക്സ് ആയിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതാണ് ഒരു സിനാരിയോ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സിനാരിയോ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം, ഈ ഒരു 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്കാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് കോംപ്ലയൻസ്? എ ചേഞ്ച് ഇൻ ബിഹേവിയർ റിക്വസ്റ്റഡ് ബൈ അനദർ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. നമ്മുടെ ബിഹേവിയറിലുള്ള ഒരു ചേഞ്ച്, മറ്റൊരാളുടെ റിക്വസ്റ്റ് കാരണം നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് കോംപ്ലയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, റെസ്പോണ്ടിങ് യെസ് ടു എ ഡയറക്റ്റ് റിക്വസ്റ്റ്. നമ്മളോട് ഒരാൾ നിങ്ങളത് ചെയ്യോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒരാൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ അത് ചെയ്തേക്കാം എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും. അതിനെയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ കാര്യത്തിന് യെസ് പറയാ എന്നുള്ളതിനെയാണ് കോംപ്ലയൻസ് എന്ന് പറയുന്നത്. ഔട്ട്വേർഡ്ലി ഗോയിങ് അലോങ്, നമ്മൾ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതാണ്. Compliance refers to a change in behavior that is requested by another individual or group. ഓർത്ത് വെക്കുക, ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് ദാറ്റ് ഈസ് റിക്വസ്റ്റഡ് ബൈ അനദർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ റിക്വസ്റ്റ് കാരണം നമ്മുടെ ബിഹേവിയർ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചിങ് വൺസ് ബിഹേവിയർ ഡ്യൂ ടു ദ റിക്വസ്റ്റ് ഓഫ് അനദർ ഇൻഡിവിജ്വൽ. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്, ഈ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ടേമാണ്. ഒരു റിക്വസ്റ്റ് കാരണം, ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു ഇൻഡിവിജ്വലിൻ്റെയോ റിക്വസ്റ്റ് കാരണം നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി നമ്മൾ കോംപ്ലയൻസിലുള്ള പ്രിൻസിപ്പിൾസ്, നമ്മൾ പറഞ്ഞു അല്ലേ, ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വരുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോംപ്ലയൻസിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോംപ്ലയൻസ് എന്ന് നോക്കാം. Compliance can be gained through various techniques that are based on 6 main principles of compliance. പല വേയിൽ ഈ ഒരു കോംപ്ലയൻസ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുള്ള മെയിനായിട്ട് 6 ടെക്നിക്കുകളാണ് പറയുന്നത്. ഫസ്റ്റ് ആണ് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്, ദെൻ റെസിപ്രോസിറ്റി, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കൺസിസ്റ്റൻസി, സോഷ്യൽ വാലിഡേഷൻ, അതോറിറ്റി ആൻഡ് സ്കേഴ്സിറ്റി. ഇങ്ങനെ 6 ടെക്നിക്കുകളാണ് കോംപ്ലയൻസിൽ പറയുന്നത്. നമുക്ക് ഓരോ ടെക്നിക്കായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നതാണ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്. ഇവിടെ വരുന്നതാണ് ഇൻഗ്രാജുവേഷൻ. ദിസ് റെഫേഴ്സ് ടു ഗെറ്റിംഗ് അതേഴ്സ് ടു ലൈക്ക് അസ് സോ ദാറ്റ് ദേ ക്യാൻ കംപ്ലൈ ടു അവർ റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റുകയാണെങ്കിൽ അവർ പറയുന്ന റിക്വസ്റ്റ് പിന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിനാണ് പറയുന്നത്. ഗെറ്റിംഗ് അതേഴ്സ് ടു ലൈക്ക് അസ്, നമ്മളെ മറ്റൊരാളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ സ്വീകരിക്കും എന്നുള്ള തരത്തിലാവുന്ന സമയത്ത് ദേ കംപ്ലൈ ടു അവർ റിക്വസ്റ്റ്. മെനി ഇൻഗ്രാജുവേഷൻ ടെക്നിക് വർക്ക് ബെസ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ്. ഫ്ലാറ്ററി ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ്. അതിൽ ഫസ്റ്റ് വന്നതാണ് ഇൻഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സെൽഫ് പ്രൊമോഷൻ. Self promotion is another technique wherein people inform others about their past accomplishment and their positive characteristics. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഗോളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ നമ്മളെ വിശ്വസിക്കാനും നമ്മളെ ഇഷ്ടപ്പെടാനും കാരണമായി നമ്മൾ എന്ത് റിക്വസ്റ്റ് ചെയ്താലും അവരത് ആക്സെപ്റ്റ് ചെയ്യും. Through impression management, people utilize the liking principle at its maximum. For example, remembering a person's name.
സോ ദാറ്റ്സ് ഓൾ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. യു ആർ മോർ ലൈക്ലി ടു ബൈ കോസ്മെറ്റിക്സ് ഫ്രം എ ഫ്രണ്ട്ലി സെയിൽസ് പേഴ്സൺ ഹു കോംപ്ലിമെന്റ്സ് യുവർ സ്റ്റൈൽസ് ആൻഡ് ഷെയർസ് യുവർ ടേസ്റ്റ്. അപ്പോൾ ഈ നമ്മൾ കോംപ്ലിമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് അധികം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് മേഖലയിലാണ്, അല്ലെങ്കിൽ സെയിൽസിലാണ്. എന്താ പറയുന്നത്, നമ്മളോട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു സെയിൽസ്മാൻ്റെ അടുത്തുനിന്നായിരിക്കും നമ്മൾ കൂടുതലും അവിടുത്തെ സാധനം വാങ്ങാനായിരിക്കും ചാൻസ് കൂടുതൽ അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിങ്ങിലാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. സോ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്ന ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് വരുന്നത്. ഓക്കെ, എന്താ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് നോക്കാം. അണ്ടർ ദിസ് ടെക്നിക് ഇൻഡിവിജ്വൽ ഗെയിൻസ് കോംപ്ലിയൻസ് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എ സ്മോൾ റിക്വസ്റ്റ് ആൻഡ് ദെൻ when this is fulfilled then making a larger request, the one they actually desired. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രീറ്റ് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇപ്പോൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക വിചാരിക്കും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഒരു സെയിൽസിൽ പോകുന്ന സമയത്ത് സെയിൽസ്മാൻ നമ്മളോട് ആദ്യം എന്ത് പറയും, ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരും. ഇതിന് 10 രൂപയേ ഉള്ളൂ, നിങ്ങൾ ഇത് വാങ്ങി നോക്കി, ഇത് ഉപയോഗിച്ച് നോക്കി. അങ്ങനെ നമ്മൾ അത് നോക്കി അത് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവരിങ്ങനെ കൂട്ടി കൊണ്ടുവരും. അതിൽ ചെറുത് നിന്ന് വലുതിലേക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ സെയിൽസ് തന്നെയാണ്. ഫസ്റ്റ്, ക്യാൻ ഐ ആസ്ക് യു ഫോർ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ ഷോപ്പിംഗ് ഹാബിറ്റ്സ്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഷോപ്പിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് സെയിൽസുകാരൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ നിങ്ങൾ ചോദിച്ചോളൂ എന്നൊക്കെ പറയും. എന്നിട്ട് അത് കണ്ട് നമ്മളൊരു കമ്പനിയായി നമ്മൾ അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി എന്നറിയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, വുഡ് യു ലൈക്ക് ടു ട്രൈ അവർ മെമ്പർഷിപ്പ് പ്രോഗ്രാം, നിങ്ങൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അവരോടൊരു കാര്യത്തിന് യെസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് യെസ് പറയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ദ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്ന മറ്റൊരു ടെക്നിക്കാണ് ലോ ബോൾ ടെക്നിക്. Under this technique, an individual first makes a commitment and then raises the conditions of that commitment. Making the commitment in public is central to the success of the lowball technique. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻറോൾ നൗ ഫോർ ജസ്റ്റ് 99. നമ്മളൊരു കോഴ്സിന് പറയുകയാണ്, ആ കോഴ്സിന് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് 99 രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. അതായിരിക്കും ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എന്ത് പറയും, അവർ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയും ടു ആക്സസ് ഫുൾ കോണ്ടന്റ് പേ 499 മോർ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ വേർഷൻ കിട്ടണമെങ്കിൽ നിങ്ങളൊരു 499 രൂപ കൂടി കൊടുക്കണമെന്ന്. ഓൾറെഡി 99 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ സൈനപ്പ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അതിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് 499 രൂപ കൂടി കൊടുക്കും. സോ അതാണ് ലോ ബോൾ ടെക്നിക് എന്ന് പറയുന്നത്. യു ആർ മോർ ലൈക്ലി ടു പേ സിൻസ് യു ഹാവ് ഓൾറെഡി ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയും ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി. നമ്മൾ ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ് പറഞ്ഞു, ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെന്റ് പറഞ്ഞു. ഇനി വരുന്നതാണ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി. ഇവിടെ വരുന്നതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്. നേരത്തെ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെയാണ്, ഒന്ന് ലോ ബോൾ ടെക്നിക്ക് പറഞ്ഞു, പിന്നെ ഫൂട്ട് ഇൻ ദ ഡോർ പറഞ്ഞു. ഇവിടെ വരുന്നത് ഈ പേരുകൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ വരുന്നത് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്കാണ്. ഹിയർ ദ പേഴ്സൺ സീക്കിംഗ് കോംപ്ലിയൻസ് സ്റ്റാർട്ടിംഗ് ബൈ ആസ്കിംഗ് ഫോർ എ ലാർജ് കമ്മിറ്റ്മെന്റ് ബട്ട് വെൻ അതർ ഇൻഡിവിജ്വൽസ് റെഫ്യൂസസ് then they make a smaller request. നേരത്തെ നമ്മൾ പറഞ്ഞത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ആദ്യം നമ്മൾ വലിയൊരു കാര്യം പറയും. അതായത് ഇപ്പോൾ സെയിൽസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വലിയൊരു പൈസൻ്റെ ഒരു സാധനം പറഞ്ഞിട്ട് നിങ്ങളിത് വാങ്ങുന്നുണ്ടോ, ഇതിന് ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കസ്റ്റമർ എന്ത് പറയും, ഇത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇവരെന്ത് പറയും, എന്നാൽ പിന്നെ ഇതേ മോഡൽ തന്നെയുള്ള ഇതിൻ്റെ വില കുറഞ്ഞിട്ടുള്ളതുണ്ട്, നിങ്ങൾ അത് നോക്കി എന്ന് പറയും. അങ്ങനെ വലുതിൽ നിന്നും ചെറുതിലേക്ക് പോകുന്നതിനെയാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് എന്ന് പറയുന്നത്. Since the person has refused the earlier request, they might fulfill the second smaller request, which was actually the desired one. ആക്ച്വലി നമ്മൾ ഈ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് ചെറിയ സാധനം വാങ്ങിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. ബട്ട് അവരെന്ത് ചെയ്യും, ആദ്യം വലുത് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അതിനെ റെഫ്യൂസ് ചെയ്തത് കൊണ്ട് അവർ ചെറുതിലേക്ക് കടക്കും. കസ്റ്റമർ എന്ത് ചെയ്യും, ഓക്കെ എന്നാൽ പിന്നെ അത് വാങ്ങാം എന്നുള്ളൊരു തരത്തിലേക്ക് വരികയും ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു പർച്ചേസ് ദ പ്രീമിയം പ്ലാൻ ഫോർ
999, അതായത് 999 രൂപയുടെ ഒരു പ്രീമിയം പ്ലാൻ ഉണ്ട്, നിങ്ങളത് വാങ്ങാൻ, നിങ്ങളത് പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. സോ അപ്പോൾ അവരെന്ത് പറയും? ഇത്രയും വിലൻ്റെതൊന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരെന്താ പറയുക? വി ഓൾസോ ഹാവ് എ ബേസിക് പ്ലാൻ ഫോർ 199. നിങ്ങൾക്ക് 499 പറ്റില്ലെങ്കിൽ നമുക്കൊരു ബേസിക് പ്ലാൻ ഉണ്ട് 199. അപ്പോൾ ഓൾറെഡി നമ്മളത് റെഫ്യൂസ് ചെയ്തത് കൊണ്ട് 199 എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ഓക്കെ, എന്താ ഇത് പറയുന്നത്? The goal here is to make the offer as appealing as possible. For example, if a person is planning to buy something, salesperson may add additional offers such as, if you buy a set of cosmetics, now you get an extra lipstick for free. ഇവിടെയാണ് നമ്മുടെ ഓഫേഴ്സ് ഒക്കെ വരുന്നത്. നിങ്ങൾ ഇന്നത് വാങ്ങുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓഫറുകൾ കൂടി ഉണ്ട്. അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടി കിട്ടും. നമ്മൾ ഈ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതായത് ഇത് മാത്രമല്ല അതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക്. എക്സാമ്പിൾ, ഈ ഫുഡ് ഡെലിവറി ആപ്സിലെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഓർഡർ എ പിസ്സ ഫോർ 499 ആൻഡ് ഗെറ്റ് ഗാർലിക് ബ്രെഡ് പ്ലസ് സോഫ്റ്റ് ഡ്രിങ്ക് ഫ്രീ. 499 നിങ്ങളൊരു പിസ്സ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡും സോഫ്റ്റ് ഡ്രിങ്കും ഉണ്ട്. അപ്പോൾ അവിടെ പിസ്സ മാത്രമല്ല അതിൻ്റെ കൂടെ ആയിട്ട് കോംബോ ആയിട്ട് ഇത് കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ അട്രാക്ട് ചെയ്യിക്കും. അവർ ഈ ഒരു ഓഫർ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ. ഫ്രീ ഡെലിവറി ഇഫ് യു ഓർഡർ ഇൻ ദ നെക്സ്റ്റ് 10 minutes. അത് മാത്രമല്ല, നിങ്ങൾ ഈ അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫ്രീ ഡെലിവറി ആണ് എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എന്താ, പിസ്സ വാങ്ങാൻ പോയ ഒരാൾക്ക് അവർക്ക് പിന്നെയും എന്തൊക്കെ കൊടുക്കുകയാണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്, അത് കൂടാതെ തന്നെ ഫ്രീ ഡെലിവറിയും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് പ്രിൻസിപ്പിളിൽ വരുന്നത് പിന്നൊന്നാണ് ബേസ്ഡ് ഓൺ സ്കേഴ്സിറ്റി. എന്താ സ്കേഴ്സിറ്റി വരുന്നത്? സ്കേഴ്സിറ്റിയിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഡെഡ് ലൈൻ ടെക്നിക്ക്. ഡെഡ് ലൈൻ ടെക്നിക്ക് എന്താ പറയുന്നത് വെച്ചാൽ, ചില കാര്യങ്ങൾ തീരാനായി എന്ന് കേൾക്കുമ്പോൾ ഇനി 2 ദിവസം കൂടി ഉള്ളൂ, 2 ദിവസം കൂടി ഓഫർ ഉള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം കൂടി ഈ സാധനം ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു അവസാന നിമിഷത്തിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അത് തന്നെയാണ് ഡെഡ് ലൈൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടെക്നിക് ഇൻഡിവിജ്വൽസ് ആർ ടോൾഡ് ദാറ്റ് ദേ ഹാവ് ഓൺലി ലിമിറ്റഡ് ടൈം ടു അവൈൽ എൻ ഐറ്റം. ഒരു കാര്യം കുറച്ച് സമയം കൂടി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇപ്പോൾ വാങ്ങിയാൽ മാത്രമേ കിട്ടൂ എന്ന് പറയുമ്പോൾ നമുക്കത് വാങ്ങാനുള്ള ടെൻഡൻസി കൂടും. എക്സാമ്പിൾ, ഹോട്ടൽ ബുക്കിംഗ്, ഓൺലി 1 room ലെഫ്റ്റ് അറ്റ് ദിസ് പ്രൈസ് ബുക്ക് നൗ. ഈ ഒരു വിലക്ക് ഈ ഒരു റൂം കൂടി മാത്രമേ ഉള്ളൂ, നാളെ വില കൂടും, അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഒരു അവസാന നിമിഷമായി ഇനിയിപ്പോൾ റൂമൊന്നും കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വിലക്ക് റൂം കിട്ടൂലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഡെഡ് ലൈൻ ടെക്നിക്. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് ടെക്നിക്കുകളൊക്കെ പറഞ്ഞു അല്ലേ? കംപ്ലൈൻസിൽ വരുന്ന കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു, കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ആസ്കിംഗ് ഫോർ എ സ്മോൾ കമ്മിറ്റ്മെൻറ്റ് ആഫ്റ്റർ ഗെയിനിങ് കോംപ്ലിയൻസ്, ആസ്കിംഗ് ഫോർ എ ബിഗ്ഗർ കമ്മിറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ്. ഇപ്പം നമ്മൾ പറഞ്ഞ ടെക്നിക്സുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് വരുന്നത്? ആദ്യം സ്മോൾ കമ്മിറ്റ്മെൻറ്റ് എന്നാണ് വരുന്നത്, അത് പിന്നെ അത് ബിഗ്ഗർ കമ്മിറ്റ്മെൻറ്റിലേക്കാണ് വരുന്നത്. സോ നമ്മൾ പറഞ്ഞ ടെക്നിക്കിൽ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു, ലോ ബോൾ ടെക്നിക്ക് പറഞ്ഞു, പ്രോഗ്രസീവ് ബോൾ ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് പറഞ്ഞു. സോ ഈ പ്രോഗ്രസീവ് ബോൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഒരു ടെക്നിക്ക് കോംപ്ലയൻസിൻ്റെ ഭാഗത്തില്ല. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഇങ്ങനൊരു ടെക്നിക്ക് നമുക്ക് കാണാൻ പറ്റില്ല. സോ അത് കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. പിന്നീട് വരുന്നത് ഫുട്ട് ഇൻ ദ ഡോറും ലോ ബോൾ ടെക്നിക്കും ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്കും ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? നമ്മൾ പറഞ്ഞു നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോംപ്ലയൻസിനെ കുറിച്ചിട്ടാണ്. കോംപ്ലയൻസിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ആ ഓരോ പ്രിൻസിപ്പിൾസിൽ വരുന്ന ടെക്നിക്കുകൾ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വരുന്ന ക്ലാസ്സുകളിലായിട്ട് സോഷ്യൽ സൈക്കോളജിയുടെ മറ്റ് ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം എൻലൈറ്റിൻ്റെ. ഓക്കെ, താങ്ക് യു.